അപ്പോൾ നമ്മൾ ഇന്ന് ഈ ദനഹ എന്ന് പറയുന്നതും അതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം 528 ഖണ്ഡികയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം പല സ്ഥലത്തും പല രീതിയിൽ ഇതിനെ പേര് ചൊല്ലുന്നുണ്ട്. എന്നാൽ സാരാംശത്തിൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേലിൻ്റെ മിശിഹ, ദൈവപുത്രൻ, ലോകരക്ഷകൻ എന്നീ നിലയിലുള്ള അവിടുത്തെ ആവിഷ്കരണമാണ്. കിഴക്കു നിന്നുള്ള ജ്ഞാനികൾ നൽകിയ ആരാധന, യോർദാൻ നദിയിലെ യേശുവിൻ്റെ മാമോദീസ, ഗലീലിയിലെ കല്യാണ വിരുന്ന് എന്നിവ ദനഹ തിരുനാളിൽ നാം ആഘോഷിക്കുന്നു. അതാണ് ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജ്ഞാനികളെ സുവിശേഷങ്ങൾ വീക്ഷിക്കുന്നത് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെയുള്ള രക്ഷയുടെ സദ്വാർത്തയെ സ്വാഗതം ചെയ്യുന്ന ജനതകളുടെ ആദ്യഫലമായിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യാവതാര രഹസ്യം പഠിച്ചതുകൊണ്ട് ഇതിപ്പോൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒന്നുകൂടി വായിക്കട്ടെ. ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജ്ഞാനികളെ സുവിശേഷങ്ങൾ വീക്ഷിക്കുന്നത് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെയുള്ള ഉണ്ടോ മനുഷ്യാവതാരത്തിലൂടെ തന്നെ രക്ഷയുടെ സദ്വാർത്തയെ സ്വാഗതം ചെയ്യുന്ന ജനങ്ങളുടെ ആദ്യഫലങ്ങളായിട്ടാണ്. മനുഷ്യാവതാരത്തിലൂടെ തന്നെ രക്ഷ വന്നു കഴിഞ്ഞിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവിനെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജെറൂസലേത്തെ എത്തിയ ജ്ഞാനികളുടെ ആഗമനം ദ്യോതിപ്പിക്കുന്നത്. അതുകൂടി ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജ്ഞാനികളെ സുവിശേഷങ്ങൾ വീക്ഷിക്കുന്നത് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെയുള്ള രക്ഷയുടെ സദ്വാർത്തയെ സ്വാഗതം ചെയ്യുന്ന ജനതകളുടെ ആദ്യഫലങ്ങളായിട്ടാണ്. യഹൂദന്മാരുടെ രാജാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജെറൂസലേത്തെത്തിയ ജ്ഞാനികളുടെ ആഗമനം ദ്യോതിപ്പിക്കുന്നത് ജനതകളുടെ രാജാവാകുവാനിരിക്കുന്നവനെ അവർ ദാവീദിന്റെ നക്ഷത്രത്തിന്റെ മെസ്സിയാനിക ജ്യോതിസിൽ ഇസ്രായേലിൽ അന്വേഷിക്കുന്നു എന്നതാണ്. യഹൂദരിലേക്ക് തിരിഞ്ഞുകൊണ്ടും പഴയ നിയമത്തിലുള്ള മെസ്സിയാനിക വാഗ്ദാനം അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടും മാത്രമേ വിജാതീയർക്ക് യേശുവിനെ കണ്ടെത്താനും ദൈവപുത്രനും ലോകരക്ഷകനുമായി അവിടുത്തെ ആരാധിക്കാനും കഴിയും എന്ന് ജ്ഞാനികളുടെ ആഗമനം വ്യക്തമാക്കുന്നു. പ്രത്യക്ഷീകരണ തിരുനാൾ ജ്യോതിപ്പിക്കുന്ന മറ്റൊരു സത്യം ഇതാണ്: ജനതകൾ മുഴുവനും പൂർവപിതാക്കന്മാരുടെ ഗോത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളുടെ യോഗ്യത കരസ്ഥമാക്കുന്നു. 215 സെന്റ് ലിയോ ദ ഗ്രേറ്റ്. അതാണ് യേശുവിൻ്റെ പ്രത്യക്ഷീകരണം, ദനഹ. ഇത് നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ കിട്ടി. തുറന്നപ്പോൾ തന്നെ അതായിട്ട് ദനഹാകാൽ. ആ ദനഹാകാലത്തുള്ള പ്രാർത്ഥനകളെല്ലാം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ പരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദനഹ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ.
ഒന്ന്, കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ നൽകിയ ആരാധന. 2, യോർദാൻ നദിയിലെ യേശുവിൻ്റെ മാമോദീസ. 3, ഗലീലയിലെ കല്യാണ വിരുന്ന്. ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയ മറ്റൊരു ബോധ്യം ഇതാണ്: പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നു, പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കാൻ ഒരു കപ്പുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കപ്പ് നിറച്ച് തരും. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദൈവം അളവില്ലാതെ നമുക്ക് തരുന്നത് സ്വീകരിക്കാൻ എത്ര വലിയ ഒരു പാത്രം വേണം. ആ പാത്രം എന്താണ്? അത് ദൈവത്തിൽ പൂർണ്ണമായി ദൈവിക രഹസ്യങ്ങളെ ഉൾക്കൊള്ളാനും അതിൻ്റെ വിശാലതയെ കുറിച്ചുള്ള ഒരു ചെറിയ വിശാലതയെക്കുറിച്ചുള്ള ഒരു ചിന്തയുള്ള ഒരു ആത്മാവാണ് ദൈവത്തിൻ്റെ വിശാലത. അപ്പം ആ വിശാലത മനസ്സിലാക്കിയ 3 പേരാണ് ഈ ജ്ഞാനികൾ. അതുകൊണ്ട് അവർ അത്ര ദൂരെ നിന്ന് ഈ നക്ഷത്രം, നമ്മൾ നക്ഷത്രം കെട്ടിയിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് എല്ലായിടത്തും. ഞാൻ അതെല്ലാം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം? ആ നക്ഷത്രം അവരോട് എങ്ങനെ സംസാരിച്ചു? ഇതെല്ലാം അതാണ് നമുക്ക് അഗ്രാഹ്യമായ രീതിയിൽ, നമ്മൾക്ക് നമ്മുടെ ചിന്തകൾക്ക് അഗ്രാഹ്യമായ രീതിയിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് നൽകും. അപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ നമ്മൾ കഥേനാവറയായിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഭാഗം പഠിച്ചപ്പോൾ അത് വളരെ വിശദമായി പഠിച്ചതാണ്. ഈ ജ്ഞാനികൾ ആദ്യം വന്നത് ജെറുസലേമിലെ ഹെരോദേസിൻ്റെ അരമനയിലേക്കാണ്. പക്ഷേ അവർക്കാർക്കും ഇങ്ങനെ ഒരു ഉണ്ണി ജനിക്കുന്നതിനെക്കുറിച്ച് ഹെരോദേസിന് ഒരു ഐഡിയയുമില്ല. ഹെരോദേസ് ഉടനെ ഈ വിവരം അറിഞ്ഞിട്ട് ജ്ഞാനികളെ വിളിച്ചു, പ്രധാന പുരോഹിതന്മാരെ വിളിച്ചു, വേദശാസ്ത്രികളെ വിളിച്ചു, യഹൂദ നേതാക്കളെല്ലാം വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യെസ്, അങ്ങനെ ഒരു പ്രവചനമുണ്ട്. എഫാത്ത, ബത്ലഹേം എഫാത്ത, നീ എല്ലാത്തിലും വലിയതാണ്, നിന്നിൽ നിന്നാണ് ലോകത്തിനെ, ഇസ്രായേലിനെ നയിക്കാനുള്ള രക്ഷകൻ പിറക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അങ്ങനെ ആ പ്രവചനം എല്ലാം അവർക്ക് അറിയാമെങ്കിലും ഈ വിജാതീയ ജ്ഞാനികൾ, രാജാക്കന്മാർ ഇത് പറഞ്ഞു. പക്ഷെ ഇവർക്ക്, സജാതീയരായ യഹൂദർക്ക് അതിൻ്റെ ഒരു ഫീലും തോന്നിയില്ല. ആ രക്ഷകനെ ഇത്രയും പഴയ നിയമം മുഴുവനും പ്രതീക്ഷയോടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷകനെ ഒന്ന് കാണാനോ ആരാധിക്കാനോ അവർക്ക് യാതൊരു സന്തോഷവും തോന്നിയില്ല. ഇതാണ് ലോകത്തിലെ ഇപ്പോഴുമുള്ള അവസ്ഥ. അന്ന് രക്ഷകൻ പിറന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ആ രക്ഷകനെ ആരാധിക്കാനോ ആ സദ്വാർത്ത ലോകം മുഴുവൻ പ്രഘോഷിക്കാനോ യഹൂദർക്ക് ആർക്കും തോന്നിയില്ല. എന്നാൽ വിജാതീയരായ ഈ രാജാക്കന്മാരെ നക്ഷത്രം എക്സാക്റ്റ് ആ പോയിന്റിലേക്ക് നയിച്ചു. അവരവിടെ വന്നു, അവരവിടെ ആരാധിക്കുന്നു. അപ്പം നമുക്ക് ദൈവാനുഭവത്തിൻ്റെ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ, അല്ലെങ്കിൽ ഈ ധനഹ നമ്മളിൽ അനുഭവമാകണമെങ്കിൽ നമ്മൾ ആ രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുകൾ മനസ്സിലാക്കണം. നമ്മളതിനെക്കുറിച്ച് ക്ലാസ്സുകൾ മെഷാഗര രഹസ്യത്തിലുള്ള ഇതിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്തവർ കേൾക്കണം. ഇപ്പോൾ ഞാനിത് ആവർത്തിക്കുന്നില്ല. എങ്കിലും
ഇത് ഈ ഉണ്ണീശോയെയും കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നതെല്ലാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ, ദൈവവും മനുഷ്യനുമായ ഈ ഉണ്ണീശോ ജനിക്കുമ്പോൾ തന്നെ, ഈ ഉണ്ണി ആയിരിക്കുമ്പോൾ തന്നെ മിശിഹായാണ്. കണ്ടോ, ഇവിടെ ഇസ്രായേലിന്റെ മിശിഹ, ദൈവപുത്രൻ, ലോകരക്ഷകൻ. ലൂക്ക 8:11. ഇതാ ബത്ലഹേമിൽ ലോകത്തിന്റെ രക്ഷയ്ക്കായി ഒരു രാജാവ് മിശിഹ പിറന്നിരിക്കുന്നു. അതാണ് നമ്മൾ നിത്യ ആരാധന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ പാടുന്നത്, മിശിഹ കർത്താവേ. കണ്ടോ, മിശിഹ കർത്താവേ, മാനവരക്ഷകനെ, നരന് വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ. ഇത് വീണ്ടും വീണ്ടും ആരാധിച്ച് പാടാൻ തോന്നുകയാണ്. ഈ ഈശോയെ നോക്കിക്കൊണ്ട് ആരാധിക്കണം. മിശിഹ. അപ്പൊ ഈ ഉണ്ണിയായിരിക്കുമ്പോൾ തന്നെ ദൈവമാണ്, കർത്താവാണ്, മിശിഹായാണ്, രക്ഷകനാണ് എന്നീ നിലയിലുള്ള അവിടുത്തെ ആവിഷ്കരണമാണ് കിഴക്കുനിന്നുള്ള ജ്ഞാനികൾ നൽകിയ ആരാധന. അതോടൊപ്പം മറ്റൊരു 3 കാര്യം ഈ കിഴക്കുനിന്നുള്ള രാജാക്കന്മാർക്ക് മനസ്സിലായി. എന്താണത്? ഈ ഉണ്ണി ഒരു രാജാവാണ്, നിത്യപുരോഹിതനാണ്, പ്രവാചകനാണ്. ഈ ഉണ്ണിയിൽ ഉള്ള പ്രവാചക ദൗത്യം, രാജകീയ ദൗത്യം, പൗരോഹിത്യ ദൗത്യം. അതുകൊണ്ടാണ് ഉണ്ണിയെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവർ നൽകിയ സമ്മാനങ്ങൾ, ആ സമ്മാനങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കുന്നു. ആ സമ്മാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അവർ അവന് അവരുടെ ഭണ്ഡാരം തുറന്ന് സമ്മാനങ്ങൾ നൽകി. എന്തൊക്കെയാണ് സമ്മാനങ്ങൾ? സ്വർണം, മീറ, കുന്തിരിക്കം. സ്വർണം സമ്മാനമായി നൽകിയത് രാജകീയത്വത്തിൻ്റെ പ്രതീകമാണ്. ഈശോയുടെ രാജകീയത്വത്തെ പ്രകീർത്തിക്കുന്നതിനും, മീറ ഈശോയുടെ പ്രവാചകത്വത്തെ പ്രകീർത്തിക്കുന്നതിനും, കുന്തിരിക്കം ഫ്രാങ്കൻസിസ് ഈശോയുടെ പൗരോഹിത്യത്തെ പ്രകീർത്തിക്കുന്നതിനുമാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജ്ഞാനികളെ. അപ്പൊ അത് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ ജ്ഞാനികൾ യഹൂദരല്ല, അവർ ക്രിസ്ത്യാനികളുമല്ല. അവരാരായിരുന്നു? അവർ വിജാതീയരായിരുന്നു. ചുറ്റുപാടുമുള്ള ഇതൊക്കെ ഇന്നും നമ്മൾ മനസ്സിലാക്കണം. ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജ്ഞാനികളെ ഇന്നും നമ്മൾ ഈ രഹസ്യം ഉൾക്കൊണ്ടാൽ മാത്രമേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വിശാലത നമ്മുടെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ ഒരു തിരുനാളാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ചെറുതായിട്ട് നടക്കുള്ളൂ. അതാണ് ഹൃദയവിശാലത. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വിശാലത ഇല്ലെങ്കിൽ എങ്ങനെ ഒഴുകും? അപ്പൊ നമ്മളിവിടെ വിശ്വസിക്കണം. എന്താണ് സഭയുടെ പ്രബോധനം പറയുന്നത്? ചുറ്റുപാടുമുള്ള CCC 528 ചുറ്റുപാടുമുള്ള. ഇത് ഇന്നത്തെ സ്ഥിതിയിൽ വ്യത്യാസമുണ്ടോ? ഈ രക്ഷകൻ അന്നും ഇന്നും ഒന്ന് തന്നെയല്ലേ?
ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജ്ഞാനികളെ സുവിശേഷങ്ങൾ വിവക്ഷിക്കുന്നത് ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെയുള്ള രക്ഷയുടെ, ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെയുള്ള രക്ഷയുടെ സദ്വാർത്തയെ സ്വാഗതം ചെയ്യുന്ന ജനതകളുടെ ആദ്യ ഫലങ്ങളായിട്ടാണ്. അതാണ്, അത് ദൈവം തന്നെയാണ് അവരോട് പ്രഘോഷിച്ചത്. ഈ നക്ഷത്രം ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് പ്രഘോഷിക്കാനായിട്ടൊരു ആവേശം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് പ്രഘോഷിക്കാനൊരു ആവേശം ഉണ്ടാകണമെങ്കിൽ ഈ വിജാതീയരും ഈ രക്ഷയുടെ കൂട്ടുപങ്കാളികളാണ്. വിജാതീയരും ഈ രക്ഷയുടെ കൂട്ടവകാശികളാണ്. ഇപ്പോൾ ഒരു വചനം വരുന്നത് നമ്മളിന്ന് വായിച്ച എഫേസ്യോസ് 3:8, അതിന് മുൻപ് 7 മുമ്പ് എഫേസ്യോസ് 3:5-6 ഒന്ന് വായിക്കാം. എഫേസ്യോസ് 3:5-6. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. മനസ്സിലാക്കണം. ഈശോയുടെ ഈ പെന്തക്കോസ്തേക്ക് ശേഷം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ രഹസ്യം വെളിവാക്കും. എന്നിട്ട് എന്താണ് ഈ വെളിപാടനുസരിച്ച് 6 എല്ലാവരും ഹൃദയത്തിലേറ്റ് പറയാം. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗമാക്കുകളുമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എഫേസ്യോസ് 3:6. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും, വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗമാക്കുകളുമാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമല്ലേ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്ര കൊന്തയല്ലി അനുഷ്ഠാനങ്ങളാണ് അവർക്ക് രക്ഷ കൊടുക്കണത്, അല്ലെങ്കിൽ അവരിലേക്ക് വിശ്വാസം പകരണത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോരാ. അപ്പൊ അതിവിടെ ഈ ജ്ഞാനികളുടെ വരവിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അവരെ വിളിച്ചു വരുത്തിയത്? ഈ പുൽത്തൊട്ടിയിൽ ജനിച്ച ഉണ്ണീശോ ആ ജനനത്തിലൂടെ തന്നെ തന്റെ ശരീരത്തിൽ അവരെല്ലാവരെയും, എല്ലാ വിജാതീയരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉള്ള വെളിവ് ഈ ഉണ്ണിക്ക് സംസാരിക്കാനുള്ള കഴിവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു നക്ഷത്രത്തിലൂടെ ആ രഹസ്യം അവർക്ക് മനസ്സിലാവുന്ന ഒരു വെളിപാടിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ത് ഭാഷയാണ് അവർ സംസാരിച്ചത്? അതാണ് നമുക്ക് അഗ്രാഹ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ആ വെളിപ്പെടുത്തൽ നമുക്ക് അഗ്രാഹ്യമാണ്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചനകളുണ്ട്, പലതുമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ നമ്മൾ എങ്ങനെ കാണണം. അവരെല്ലാം നമ്മളെ പീഡിപ്പിക്കുന്നവരാകാം. എന്തുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നു? അവർക്കിതറിയില്ല. നമുക്കറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അവർക്കെങ്ങനെ അറിയണേ? ഇത്രയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജ്ഞാനം നിറഞ്ഞ വിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് ഈ രഹസ്യം അറിയില്ലെങ്കിൽ അവർക്കെങ്ങനെ അറിയാം?
ഇപ്പോഴും സുവിശേഷം വിത്ത് കളപ്പുരയിൽ തന്നെയാണ്. വിത്ത് ഇപ്പോഴും വിതച്ചിട്ടുണ്ടോ? ഇപ്പോഴും സുവിശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. എന്താ സുവിശേഷം? നമ്മൾ ധ്യാനങ്ങൾ നടത്തുന്നു, 10 പ്രമാണങ്ങൾ ഓരോ ദിവസവും വിശദീകരിച്ച് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കുമ്പസാരിപ്പിച്ച് വിടണം. എന്നാൽ സുവിശേഷത്തിന്റെ രഹസ്യം, ക്രിസ്തുവിന്റെ രഹസ്യം, ക്രിസ്തു വിജാതീയരുടെയും കൂടി കൂട്ടവകാശമാണെന്നുള്ള രഹസ്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യം 8 വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും. എഫേസ്യോസ് 3:8 സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം. 1 എഫേസ്യോസ് 3:9 സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. കണ്ടോ, പൗലോസ്ലീഹയുടെ ആ വെളിപാട് ജ്ഞാനം. പൗലോസ്ലീഹ എങ്ങനെയെങ്കിലും 10 പ്രമാണങ്ങളെ വിശദീകരിച്ച് അവരെ കുമ്പസാരിപ്പിച്ചു വിടാനല്ല നോക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും, വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും, സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ. ഇത് തന്നെയല്ലേ കൊളോസോസ് 1:26-27 പറയുന്നത്. ആ ക്രിസ്തു നിങ്ങളിൽ തന്നെയുണ്ട്. വിജാതീയരുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഇത് വിജാതീയരുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്നേഹമുള്ളവരെയും, അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രത്യക്ഷീകരണം ധനഹ നമ്മുടെ അകത്തുണ്ടാകണം. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. നമ്മളിൽ ദൈവിക ജ്ഞാനം ജ്വലിക്കണം. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. ചുറ്റുപാടുമുള്ള വിജാതീയ മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന CCC 528 ഈ ജ്ഞാനികളെ സുവിശേഷങ്ങൾ വിവക്ഷിക്കുന്നത് ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെയുള്ള രക്ഷയുടെ സദ്വാർത്തയെ സ്വാഗതം ചെയ്യുന്ന ജനതകളുടെ ആദ്യഫലങ്ങളായിട്ടാണ്. ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കണം. എഫേസ്യൻസ് 3:6 ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗവാക്കുകളാണ്. അവരൊന്നും ചെയ്യണ്ട, ഒരനുഷ്ഠാനവും വേണ്ട, ദൈവമെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. യഹൂദരുടെ രാജാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ജെറുസലേമിലെത്തിയ ജ്ഞാനികളുടെ ആഗമനം ജ്യോതിപ്പിക്കുന്നത് ജനതകളുടെ രാജാവാകുവാനിരിക്കുന്നവനെ അവർ ദാവീദിന്റെ നക്ഷത്രത്തിന്റെ മെസ്സിയാനിക ജ്യോതിസിൽ ഇസ്രായേലിൽ അന്വേഷിക്കുന്നു എന്നതാണ്. യഹൂദരിലേക്ക് തിരിഞ്ഞുകൊണ്ടും പഴയ നിയമത്തിലുള്ള മെസ്സിയാനിക വാഗ്ദാനം അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടും മാത്രമേ വിജാതീയർക്ക് യേശുവിനെ കണ്ടെത്താനും ദൈവപുത്രനും ലോകരക്ഷകനുമായി അവിടുന്ന് ആരാധിക്കാനും കഴിയും. ദൈവപുത്രനും ലോകരക്ഷകനും. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. 1 യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഇന്നേവരെ കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18
ദൈവത്തെ ആരും ഇന്നവരെ കണ്ടിട്ടില്ല. എന്നാൽ പിതാവിനോട് ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകപുത്രൻ മാത്രമാണ് പിതാവിന്. അതാണ് ദൈവം തന്നെയായ മനുഷ്യനും ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ദൈവം തന്നെയായ ദൈവമാണ്, അതേസമയത്ത് മനുഷ്യനാണ്. ദൈവം തന്നെയായ ഇന്ന് ജ്ഞാനികളുടെ ആഗമനം വ്യക്തമാക്കുന്നു. പ്രത്യക്ഷീകരണ തിരുനാൾ ജ്യോതിപ്പിക്കുന്ന മറ്റൊരു സത്യം ഇതാണ്: ജനതകൾ മുഴുവനും പൂർവപിതാക്കന്മാരുടെ ഗോത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. കണ്ടോ? ജനതകൾ മുഴുവനും, എല്ലാ ജാതി മതസ്ഥരും പൂർവപിതാക്കന്മാരുടെ ഗോത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളുടെ യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നു. വരുവിൻ, നമുക്ക് ഇവിടെ നിർത്താം. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. ഈ ദനഹാ തിരുനാള് ആയിട്ട് ആ വെളിപാട് നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. സ്നാന സമയത്ത് ഈശോയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. മദ്ബഹായിലെ വിരി മാറുന്നതിൻ്റെ അർത്ഥം അതാണ്. അവിടെ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വെളിപാടിൻ്റെ ശബ്ദമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെല്ലാം ദനഹാ തന്നെയാണ്.